ഹായ് എവ്രിവൺ. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ട് ചെയ്ത UGC നെറ്റ് എക്സാം അത് റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് ഇന്നലെ രാത്രി നമുക്ക് എല്ലാവർക്കും ലഭിച്ചതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ച കുറേയേറെ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ അവരുടെ പാരൻസ്, അവരുടെ ഫാമിലി ഒക്കെ ഉണ്ട്. അതായത് ഡിഗ്രിക്ക് ശേഷം ഒരു കോളേജ് അധ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ് UGC നെറ്റ് എക്സാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ ഈ ഒരു എക്സാം പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഭയങ്കര കൺട്രോവേഴ്സി ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു NTA തന്നെ കണ്ടക്ട് ചെയ്യുന്ന നീറ്റ് എക്സാം. ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ ന്യൂസ് ചാനലിലും ന്യൂസ് പേപ്പറിലും ഒക്കെ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചത്. ഒരു വലിയ അഴിമതി തന്നെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, കുറേയേറെ വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തപ്പെടുകയും പലരും ഏജന്റുമാർ മുഖേന 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെ രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നേരത്തെ വാങ്ങുകയും ചെയ്തു. അതേപോലെ തന്നെ ഗ്രേസ് മാർക്കായിട്ട് എക്സാമിന് എത്താൻ കുറച്ച് വൈകിപ്പോയി എന്ന കാരണത്താൽ പല കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് കൊടുത്ത് അവർക്ക് മുഴുവൻ മാർക്കും അല്ലെങ്കിൽ കുറച്ച് സാധാരണ കുട്ടികൾ നേടുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടി എന്നുള്ളതൊക്കെ ഭയങ്കര വിവാദമായിരുന്നു. അപ്പോൾ NTA-ക്കെതിരെ ഇത്ര വലിയൊരു വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും NTA കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു UGC നെറ്റ് എക്സാമിനും ഈ ഒരു പ്രശ്നം നേരിട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എക്സാം റദ്ദ് ചെയ്യപ്പെട്ടത്? കോളേജ് അധ്യാപനത്തിന്റെ ആ ഒരു യോഗ്യത പരീക്ഷയാണ് NTA കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു എക്സാം, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഈ ഒരു എക്സാം റദ്ദ് ചെയ്യപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോർച്ച തന്നെയാണ്. പലർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂറായിട്ട് ലഭിച്ചിരുന്നു എന്നുള്ള പരാതിയെ തുടർന്നാണ് ഇങ്ങനെ ഒരു വലിയ തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് CBI നടപടികൾ എടുത്തിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തൊട്ടാകെ 1205 കേന്ദ്രങ്ങളിൽ ഏകദേശം 11.21 ലക്ഷം ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായതും പരീക്ഷ എഴുതിയതും. ഒട്ടേറെ പേർ ഇതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. എന്നാൽ 11.21 ലക്ഷം പേര് എഴുതിയ ഒരു പരീക്ഷയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് പേരുടെ അനാസ്ഥ മൂലം ഒരുപാട് പേരുടെ ഭാവി പ്രതീക്ഷകളൊക്കെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത്. കുറച്ച് പേര് ചെയ്യുന്ന ഒരു കുറ്റത്തിലൂടെ അനേകം ആൾക്കാർ ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് NTA-യുടെ ഭാഗത്തു നിന്ന് ഇത്തരം തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ UGC അല്ല, നീറ്റ് എക്സാം നടന്നു. നീറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പർ ഇതുപോലെ എക്സാമിന് 2 ദിവസം മുന്നേ തന്നെ പലർക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല സെന്ററുകളിലും ഒരേ അടുപ്പിച്ചുള്ള സീറ്റ് നമ്പറിലുള്ള പല വിദ്യാർത്ഥികൾക്കും ഒരേ മാർക്ക് ഉണ്ടായിരുന്നു. ഈ ഗ്രേസ് മാർക്കിന്റെ വിഷയം വന്നത് തന്നെ വളരെ ചർച്ചയായിരുന്നു. കാരണം അവർ ലേറ്റ് ആയിട്ട് എത്തിയെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് ഗ്രേസ് മാർക്കല്ല, എക്സ്ട്രാ ടൈം കൊടുക്കണമായിരുന്നു എന്ന് പല മാതാപിതാക്കളും വിദ്യാർത്ഥികളും പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം UGC-യുടെ ഈ ഒരു നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഗ്രേസ് മാർക്കോ മറ്റോ അല്ല, ചോദ്യ പേപ്പറിലെ ചോർച്ചയാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഗൗരവപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ മറ്റു പല നിർദ്ദേശങ്ങളും ഇതിന്റെ അതോറിറ്റീസ് എടുക്കേണ്ടതാണ്. കാരണം ഇതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഈ ഞാൻ ഉൾപ്പെടെയുള്ളവര് ഇതേപോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്സ് മൂലം കുറേ നാൾ ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനിയും തുടർന്ന് പോവാതിരിക്കട്ടെ. നമുക്കൊക്കെ ഇനി നല്ല നല്ല പരീക്ഷകൾ എഴുതി നല്ല നല്ല സ്ഥാനങ്ങളിൽ യഥാർത്ഥ രീതിയിൽ തന്നെ, ഷോർട്ട് കട്ട്സിലൂടെ ഒന്നും അല്ലാതെ അല്ലെങ്കിൽ മോശം വളഞ്ഞ വഴിയൊന്നും ഉപയോഗിച്ചല്ലാതെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല സ്ഥാനങ്ങൾ കൈക്കലാക്കട്ടെ. എല്ലാവർക്കും അർഹിച്ചത് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.